അപ്പൊ അടുത്ത് ഇനി കോൺടെസ്റ്റ് ഒക്കെ വരുമ്പോ ഇദ്ദേഹത്തെ ഇറക്കാം നമുക്ക്. അവൾക്ക് അതിന് താല്പര്യം, അങ്ങനെ കോൺടെസ്റ്റിൽ പോകാൻ താല്പര്യം. ഇൻട്രസ്റ്റ് ഇല്ല ഫുഡിനോട്. അല്ല, അങ്ങനല്ല, ഇങ്ങനെ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ഇതിപ്പോ ഉമ്മായിക്ക് കൂട്ടു വന്നതാണ്. കൂട്ടു വന്നതൊരു ചരിത്ര അറിയട്ടെ. ഇപ്പൊ ഞാനൊക്കെ ഉമ്മയുടെ മോളാണെങ്കിൽ ആദ്യം യൂട്യൂബായിട്ട് ഇല്ല, ഞാനിപ്പോ എന്ത് വീഡിയോ, ഞാൻ എന്ത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും വീഡിയോ ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യണം. ഞാൻ തന്നെ ഒറ്റക്ക് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഒറ്റക്ക് പാട്ട് കേട്ടി. സ്കൂളിലല്ലേ അതാവും കഷ്ടം. പിന്നെ അവരോട് ചോദിച്ചാൽ അല്ല, അവർക്ക് ചോദിച്ച നേരല്ലേ ചെയ്യാന്. മുമ്പ് വീണല്ലേ മുമ്പ് ഞങ്ങള് ഞാനെടുത്താലും അമ്മക്ക് ഒരു തൃപ്തിയായിട്ടുള്ള കാരണം വിളിക്കാറില്ല. പിന്നെ യൂട്യൂബ് ചാനൽ ഏതാ പേര്? ചാനലില്ല, ഞാൻ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. അപ്പൊ അത് എന്നാന്ന് വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർ നോക്കണ്ടേ, ഞങ്ങൾക്ക് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. അത് ജെസ്സിസ് ഹോം ഗാലറി അതാ ഇതിന്റെ കാണിച്ചു. ഹോം ഗാലറി. ഓക്കെ, എന്നെ പ്രേക്ഷകർ ഇതെല്ലാം നോക്കിക്കോ. നമ്മുടെ ജെസ്സി ചേച്ചിയുടെ കംപ്ലീറ്റ് കുക്കറി ഇല്ലെങ്കിലും സൈഡിൽ കൂടെ എങ്കിലും നമുക്കൊക്കെ പോകാൻ പറ്റും. മക്കളെ, ഉമ്മ ഓക്കെ ബേസിക്കലി നമുക്കറിയാം മലബാർ ഡിഷസും മലബാർ സ്നാക്സ്, മലബാർ ബിരിയാണി, ഇതെല്ലാം ഉമ്മയ്ക്ക് കൈവെള്ളയിൽ ഇങ്ങനെ കളിക്കുന്ന ചെറിയ കളിപ്പാട്ടുകൾ മാത്രം. പക്ഷെ എന്നാലും ഉമ്മയുടെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പം ഉമ്മയുടെ, അതായത് അമ്മയുടെ മദർ ഇൻ ലോ ചെയ്യുന്ന കറി അങ്ങനെയൊക്കെ അതില് മുളക് കറി ഇല്ലേ, അത് ഉമ്മ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. മുളക് കറി അത് അടിപൊളി, എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. എന്തായാലും ചേച്ചി പോണതിന് മുമ്പ് ഞങ്ങൾക്ക് മുളക് കറി തന്നേച്ചു പോകും. അല്ലാത്ത ടേസ്റ്റ്, അപാര ടേസ്റ്റ്, ഒന്നും വേണ്ട. അതൊരു തരി ഉണ്ടായി കഴിഞ്ഞാൽ ചോറ് എത്രയും കഴിക്കാം. ചേച്ചി പിന്നെ ഇപ്പത്തെ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു അല്ല? അവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മാങ്ങയുടെ കണ്ടായിരുന്നോ ചേച്ചി? സ്വീറ്റ് കേസരി പോലെ മാങ്ങ കുറുക്കിയതാന്ന് പറഞ്ഞിട്ട് അല്ലെ? അതേപോലെ ചേച്ചി എന്തോ ഒരു കുമ്പളങ്ങ വെച്ചിട്ട് അലുവ അതിലുണ്ട്. അതാണ് അതില് മെയിൻ ഹൈലൈറ്റ്. ഇതാണ് എന്റെ അതൊന്ന് കഴിക്കും. ദൈവമേ, ഞാൻ വിചാരിച്ചു സാധാ മിൽക്ക് അലുവ. കട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ കഴിച്ചിട്ട് ടേസ്റ്റ് ഡെഫിനറ്റ്ലി പറയാം. ഞാൻ കട്ട് ചെയ്യാൻ ചേച്ചി കത്രയെ കാത്തെടുക്കാൻ പോണം. ഞാനത് ഉറപ്പായിട്ടും ഞാൻ വിചാരിച്ചു ശരിക്കും മിൽക്ക് അലുവ. ഇത് കുമ്പളങ്ങി പൊങ്ങും വെച്ചിട്ടുള്ള ഹൽവയാണ്. ഈ പൊങ്ങിന് ഒരു മാസ്റ്റർ പീസ് ആണല്ലോ. ഇതെങ്ങനെയാണ് ചേച്ചി പൊങ്ങുമായിട്ട് ഇത്ര ഫ്രണ്ട് ആയത്? പൊങ്ങിച്ച വീട്ടില് സ്ഥലമുള്ളത് കാരണം ഇഷ്ടംപോലെ തേങ്ങ പറമ്പിൽ കിടന്നിട്ട് മുളച്ചിട്ട് നമ്മള് തെങ്ങ് കയറി കഴിഞ്ഞാൽ തേങ്ങ വിൽക്കുമല്ലോ. ആ വിൽക്കുന്ന സമയത്ത് ഒരുപാട് മുളച്ചതുണ്ടായിരിക്കും. അപ്പൊ മുളച്ചത് അവരെടുക്കൂല, അത് നമുക്ക് തരും. അപ്പൊ നമ്മളെ ചിലപ്പോ വെട്ടിയിട്ട് അവര് തേങ്ങ എടുത്തിട്ട് പൊങ്ങ് നമുക്ക് തരും. അപ്പൊ അത് വീട്ടില് കുറെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ മുന്നൊന്നും നമ്മളത് ശ്രദ്ധിക്കാറില്ല, കാരണം അത് വെറുതെ തിന്നും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതേപോലെ കൊടുക്കും. പിന്നെ ഞാൻ ഈ കോമ്പറ്റീഷന് വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാടൻ വിഭവത്തിലല്ലേ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യണത്. അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജ്യൂസ് അടിച്ചു നോക്കി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസ് പാലും ഇതൊക്കെ വെച്ചിട്ട് അതിന് നല്ല പൊങ്ങല്ലേ, കാറുള്ളത് നമ്മൾ എടുക്കണില്ലല്ലോ. അപ്പൊ നല്ല, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ, പാലും അതും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി അല്ലേ. നമുക്കൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന് അത്യാവശ്യമുള്ള പോഷക. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇതേപോലെ അത് എനിക്ക് തോന്നി, ഇത് പറഞ്ഞില്ലേ ഹെൽത്തി ആൻഡ് പിന്നെ ഹൈജീനിക് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിപ്പോ ഹെൽത്തി ആവുമ്പോ തേങ്ങാപ്പാൽ ചേർക്കുമ്പോ അതില് കുറച്ച് ഒരു പോർഷൻ എടുത്തിട്ട് ചേർത്താൽ എന്തിരിക്കും എന്നുള്ള എനിക്കൊരു തോന്നൽ മനസ്സിലാക്കി. ചോറിനും ചേർത്തു. ചോറ് നെയ്ച്ചോറല്ലേ വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇല ഉണ്ടല്ലോ, വലിയ കൈത അത് വീട്ടിലുണ്ട്. അത് നെയ്ച്ചോറ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആണല്ലോ ചോറിന്. അപ്പൊ അത് ചേച്ചി പറയാം, നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ സീസണിലാന്ന് തോന്നുന്നു നമ്മളും ചെയ്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും കിട്ടുന്ന, നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ രമ്പയില എന്ന് പറയും. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല, മാർക്കറ്റിലൊന്നും നമ്മളെ ട്രിവാൻഡ്രത്തുണ്ട് രമ്പയില എന്ന് പറയും, അല്ലെങ്കിൽ പന്തൻ ലീവ്സ് പറയും. ഇത് നമ്മളൊരു ചെറിയ കടയിൽ പോയേച്ച് അത് മേടിക്കുമ്പോൾ വേരോടുകൂടി മേടിക്കുവാന്നേൽ അത് നട്ടുപിടിപ്പിച്ചാൽ നല്ല കാട് പോലെ വളരും. ഈ ചേച്ചി പറയുന്ന നെയ്ച്ചോറിനിടാൻ നല്ലത്. അതേപോലെ ചിക്കൻ കറിയിലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. അത് അതിന്റെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോ തന്നെ അതിന് പ്രത്യേക ഒരു മണം വരും. നമ്മള് അരിയുടെ ഷോപ്പിൽ പോവില്ലേ, ബിരിയാണി ഒക്കെ വെക്കുന്ന അരിയുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, അതേപോലത്തെ സ്മെല്ലാണ്. അത് കണ്ടുകൊണ്ടായിരിക്കണം ആ ചോറിന് അത്ര ഫ്ലേവർ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു ചേച്ചി വന്ന സ്ഥിതിക്ക് എന്റെ പ്രേക്ഷകർക്ക് ഒരു പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പറഞ്ഞല്ലോ, ഒരു സ്നാക്ക് ആയാലും മതി. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്, ബേക്കറി ബ്രെഡ് വാങ്ങിക്കുക. എന്നിട്ട് അത്
രണ്ടെണ്ണം സോഫ്റ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അമർത്തി ഇങ്ങനെ പരത്തുമ്പോൾ അത് പൊട്ടില്ല. പൊട്ടിപ്പോവും. അപ്പം നമ്മളത് 2 എണ്ണം വെച്ചിട്ട് കല്ലുമ്മൽ, പത്തിരി കല്ലുമ്മൽ അല്ലെങ്കിൽ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴലുകൊണ്ട് പരത്തിയിട്ട് ഇതേപോലത്തെ റൗണ്ട് ഏതെങ്കിലും ഡപ്പയുടെ മൂടിയോ അല്ലെങ്കിൽ നമ്മൾ മുറിക്കാൻ പറ്റുന്ന ഡോണട്ട് കട്ടർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ചുറ്റുഭാഗമുള്ളത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഈ റൗണ്ട് നമ്മൾ ഈ ചുറ്റുഭാഗത്തുള്ള വേസ്റ്റ് വന്നത് പൊടിക്കുക. പൊടിച്ചു വെക്കുക, മനസ്സിലായി. പൊടിക്കുക. എന്നിട്ട് ആ പൊടിയിൽ ആദ്യം കോഴിമുട്ടയിൽ മുക്കുക. ഈ വട്ടത്തെ മുറിച്ചത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ പൊരിക്കുക, വെളിച്ചെണ്ണയിൽ പൊരിക്കുക. പൊരിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നെയ്യപ്പം പോലെ പൊങ്ങി വരും. അത് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് പോലെ വരും. അതായത് പോക്കറ്റ് പോലെ. അതിൽ നമ്മൾ ചിക്കന് നന്നായിട്ട് പൊടിക്കുക, പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട്. അതായത് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ കായം പരത്തിയിട്ട് അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി വറുത്തെടുത്തിട്ട് അത് നമ്മൾ എല്ല് കളഞ്ഞിട്ട് പൊരിക്കുക. ആ പൊടിച്ചത് അതിൽ പച്ച സവാള, അതായത് സാധാരണ കൊത്തി അരിഞ്ഞ നല്ല നൈസാക്കി അരിഞ്ഞ അത്, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ വെക്കുക. ഒരടാർ സംഭവമാണ്. സംഭവം വെരി സിമ്പിൾ. വീട്ടിലെപ്പോഴുള്ള സാധനമാണ് ബ്രെഡ്. ഇനിയിപ്പോൾ അഥവാ പിന്നെ സോഫ്റ്റ് അല്ലാത്ത ബ്രെഡ് ആണെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി.